ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വ്യാധഗീത. ഭഗവത്ഗീത എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, എന്നാൽ വ്യാധഗീത പലരും കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, പാതിവൃത്യത്തിൻ്റെ ശക്തി. യുധിഷ്ഠിരനോടും പറഞ്ഞു കൊടുക്കുന്നതാണ്. ആര്? മാർക്കണ്ഡേയ മുനി യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ് അത്. നമ്മുടെ പഴയ ചാനൽ, പണ്ട് മുതലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുകൊണ്ട് വന്നിരുന്നവർ അത് കേട്ടിട്ടുണ്ടാകും. എന്നാലും ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു തരാം. അതിൻ്റെ ബാക്കിയാണ് ഈ വ്യാധഗീത. ആ വീഡിയോയുടെ ബാക്കിയാണ്, എങ്കിലും അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം, ആ വീഡിയോയുടെ ഒരു ചുരുക്കരൂപം ഞാനിപ്പോൾ പറയാം. അതായത് യുധിഷ്ഠിരൻ മാർക്കണ്ഡേയ മുനിയോട് ചോദിക്കുകയാണ്, ഭഗവാനെ, പാതിവൃത്യത്തിൻ്റെ ധർമ്മവും എന്ന് മഹത്വവും എനിക്കറിയാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ മാർക്കണ്ഡേയൻ പറയുകയാണ്, ശരി, ഞാൻ ഈ കാര്യം പറഞ്ഞു തരാമെന്നും പറഞ്ഞ് അതിനായിട്ടൊരു കഥ പറയുന്നു. കഥയെന്ന് പറയുന്നത്, പണ്ട് കൗശികൻ എന്ന ബ്രാഹ്മണൻ ദീർഘകാലം തപസ് ചെയ്തു. ധർമ്മിഷ്ഠനായ കൗശികന് വേദങ്ങളും ഉപനിഷത്തുകളുമെല്ലാം ഹൃദിസ്ഥമാക്കിയിരുന്നു. ഒരു ദിവസം ഒരു മരച്ചുവട്ടിലിരുന്ന് വേദം ചൊല്ലവേ മരക്കൊമ്പിലിരുന്ന ഒരു കൊക്ക് കൗശികൻ്റെ ശിരസിൽ കാഷ്ടിച്ചു. കൗശികൻ കോപം കൊണ്ട് ജ്വലിച്ചു. അപ്പോൾ കൗശികൻ ഈ കൊക്കിൻ്റെ നേരെ രൂക്ഷമായിട്ട് നോക്കി. ഉടനെ തന്നെ ആ കൊക്ക് ജീവനറ്റ് നിലം പതിച്ചു. അത് കണ്ട് കൗശികൻ്റെ മനസ്സിൽ ഭയവും പശ്ചാത്താപവും ഉണ്ടായി. പതിവുപോലെ അന്നും കൗശികൻ ഭിക്ഷ തേടാനായി ഒരു ഗ്രാമത്തിലേക്ക് പോയി. ഉടനെ തന്നെ അവിടെ സജ്ജനങ്ങളായ ഗൃഹസ്ഥന്മാരുടെ വീടുകൾ നോക്കി ഭിക്ഷ യാചിച്ചു. കൗശികൻ പതിവുപോലെ മുമ്പ് ഭിക്ഷ കിട്ടിയിട്ടുള്ള ഒരു വീടിൻ്റെ വാതിക്കൽ ചെന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മേ, ഭിക്ഷ തരുമെന്ന് പറഞ്ഞു. അകത്തു നിന്നും ഒരു സ്ത്രീ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കൂ, പുറത്ത് നിൽക്കൂ, ഞാനിപ്പോൾ കൊണ്ടുവരാമെന്ന് പറയുന്നു. ആ സ്ത്രീ ആ വീട്ടിലെ പാത്രങ്ങളെല്ലാം ആ സമയത്ത് തേച്ചു മഴക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പണി തീർന്നപ്പോഴേക്കും പുറത്തു പോയിരുന്ന അവരുടെ ഭർത്താവ് തിരിച്ചു വന്നു. ഭർത്താവിനെ കണ്ട് പുറത്തു നിന്ന കൗശികൻ്റെ കാര്യം അവർ മറന്നുപോയി. ഭർത്താവിന് വേണ്ട ആഹാരവും എല്ലാം എടുത്തു കൊടുത്ത് ഭർത്താവിൻ്റെ ശുശ്രൂഷയിൽ മുഴുകി. അവർ ഭർത്താവിൻ്റെ കാലൊക്കെ കഴുകി. അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, അവർക്ക് ആഹാരവുമൊക്കെ വിളമ്പി കൊടുത്തു. ഭർത്താവ് ഊണ് കഴിച്ച് എഴുന്നേറ്റപ്പോഴാണ് പുറത്ത് ഒരു ബ്രാഹ്മണൻ ഭിക്ഷയ്ക്കായി വന്ന് നിൽക്കുന്ന കാര്യം അവർ ഓർമ്മിച്ചത്. ഉടനെ തന്നെ അവർ വലിയ വിഷമത്തോടു കൂടി പെട്ടെന്ന് തന്നെ കൗശികൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഭർത്താവ് വന്നു, ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് താമസിച്ചത്, അങ്ങ് ക്ഷമിക്കുമെന്ന് പറഞ്ഞു. ഇത്രയും വൈകിയത് കൊണ്ട് ബ്രാഹ്മണൻ വളരെ കുദ്ധനായി നിൽക്കുകയായിരുന്നു. അങ്ങനെ കൗശികൻ എന്ത് ചെയ്യുന്നു, ഇത്രയും നേരം താമസമുണ്ടെങ്കിൽ എന്നോട് എന്തിനാണ് നിൽക്കാൻ പറഞ്ഞത്, ഞാൻ അങ്ങ് പോയേക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോഴേക്കും ഈ സ്ത്രീ പറഞ്ഞു, ഈ സ്വാമി, അങ്ങ് ക്ഷമിക്കൂ, എൻ്റെ ഭർത്താവാണ് എനിക്ക് ഏറ്റവും വലിയ ദൈവം. അദ്ദേഹം വിശന്ന് തളർന്നു വന്ന് കയറിയപ്പോൾ അദ്ദേഹത്തിനെ ഉപേക്ഷിച്ചിട്ട് അങ്ങേക്ക് വേണ്ട ഭക്ഷണം എടുത്ത് തരാനായിട്ട് എനിക്ക് എങ്ങനെയാണ് വരാൻ കഴിയുന്നത്? അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അല്പം സമയം വൈകിപ്പോയി, അതിനെന്തിനാണ് അങ്ങ് ഇങ്ങനെ ക്രോപിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഉടനെ കൗശികൻ പറയുന്നു, എന്താ പറഞ്ഞത്, ബ്രാഹ്മണനല്ലേ, ഭർത്താവാണോ വലുതെന്ന്? ഇന്ദ്രൻ പോലും ബ്രാഹ്മണൻ്റെ മുമ്പിൽ തലകുനിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ബ്രാഹ്മണൻ്റെ മഹത്വം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അഗ്നിയെ പോലെ തേജസ്സുള്ള ബ്രാഹ്മണന് ഈ ഭൂമിയെ പോലും ഭസ്മമാക്കാനായിട്ട് കഴിയുമെന്ന് പറയുന്നു. ഉടനെ ഈ സ്ത്രീ പറഞ്ഞു, താപസ, അങ്ങ് കോപിക്കുമൊന്നും വേണ്ട, ആ കോപാഗ്നിയിൽ ചാമ്പലാകാൻ ഇവിടെ കൊക്കുകളൊന്നും ഇല്ലല്ലോ. എൻ്റെ നേരെ കണ്ണു തുറച്ച് നോക്കുന്നത് എന്തിന്? അങ്ങ് കോപിച്ചത് കൊണ്ട് എന്നെ ഒന്നും അങ്ങേക്ക് ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ ബ്രാഹ്മണനെ അപമാനിക്കുകയല്ല, ഞാൻ എൻ്റെ കടമ ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ അല്പം താമസിച്ചു. അങ്ങേക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ, കാരണം അങ്ങ് ഒരുപാട് വേദങ്ങളൊക്കെ പഠിച്ചിട്ടും ഈ കാര്യം അങ്ങേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് ധർമ്മം എന്താണെന്ന് അങ്ങേക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് മിഥിലാപുരിയിൽ പോയി ധർമ്മവ്യാസൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിനെ കണ്ടു ചോദിക്കുക. അപ്പോൾ അദ്ദേഹം താങ്കൾക്ക് പറഞ്ഞു തരും, കർമ്മവും ധർമ്മവും എന്താണെന്ന് പറഞ്ഞു തരുമെന്ന് പറയുന്നു. അതുകൊണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നോട് അങ്ങ് ക്ഷമിക്കണമെന്ന് പറയുന്നു ഈ സ്ത്രീയെ. ഉടനെ തന്നെ കൗശികൻ പറയുന്നു, ദേവി, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ, എനിക്ക് വളരെ സന്തോഷമുണ്ടായി. താങ്കളുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം വന്നു, എൻ്റെ കോപമൊക്കെ പോയി. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് മിഥിലയിൽ പോയി ധർമ്മവ്യാധനെ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ കൊക്ക് മരിച്ചു പോയ കാര്യം വരെ ഈ സ്ത്രീ മനസ്സിലാക്കിയിരിക്കുന്നുവെന്നാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ കഥ. അത് ഞാനിപ്പോൾ ഓടിച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ, വിശദമായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ധർമ്മവ്യാധനെ കാണാൻ പോയ കഥയാണ്, കൗശികൻ കാണാൻ പോയ കഥയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പം മാർക്കണ്ഡേയൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുകയാണ്. മാർക്കണ്ഡേയൻ പറയുകയാണ്, ആ പതിവ്രതയുടെ വാക്ക് കേട്ട് കൗശികന് ആശ്ചര്യമുണ്ടായി. തൻ്റെ
തപശക്തി ആ ഗൃഹസ്ഥ അവരുടെ വ്രതനിഷ്ഠയുടെ മുമ്പിൽ തൻ്റെ തപശക്തി പോലും ആ സ്ത്രീയുടെ വ്രതനിഷ്ഠയുടെ മുമ്പിൽ വളരെ നിസ്സാരമാണ്. അതുകൊണ്ടാണ് അവരുടെ ആ ഉൾക്കണ്ണുകൊണ്ട് താൻ ചെയ്ത കാര്യങ്ങൾ വരെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത് എന്നൊക്കെ വിചാരിച്ച് വളരെ ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് തന്നെ അദ്ദേഹം പെട്ടെന്ന് തന്നെ അവിടുന്ന് പോയിട്ട് ജനക മഹാരാജാവിൻ്റെ മിഥിലാപുരിയിൽ എത്തുന്നു. നഗരത്തിലെത്തിയ കൗശികൻ ധർമ്മവ്യാധൻ്റെ താവളം അന്വേഷിച്ച് കണ്ടെത്തി. ഉടനെ അത് എവിടെയായിരുന്നെന്നറിയാമോ? ഒരു കശാപ്പ് ശാലയായിരുന്നു. ഒരു കശാപ്പ് ശാലയിലിരുന്ന് ഇറച്ചി വെട്ടി വിൽക്കുന്ന വ്യാധനെ കണ്ട് കൗശികൻ അവജ്ഞയോടെ അകലെ മാറിയിരുന്നു. ഈ ബ്രാഹ്മണൻ തന്നെ കാണാൻ വന്നതാണെന്ന് മനസ്സിലാക്കിയ വ്യാധൻ വേഗം ബ്രാഹ്മണൻ്റെ അടുക്കൽ ചെന്നു. ഭഗവാൻ നമസ്കാരം, അങ്ങേക്ക് സ്വാഗതം. അങ്ങ് കാണാൻ ആഗ്രഹിച്ച വ്യാധൻ ഞാനാണ്. അങ്ങേക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ആജ്ഞാപിച്ചാലും. അങ്ങ് ഇവിടെ എങ്ങനെ വന്നുവെന്ന് എനിക്കറിയാം. ആ പ്രതിവൃതയാണല്ലോ അങ്ങയെ മിഥിലയിലേക്ക് പറഞ്ഞയച്ചത്. ഇത് കേട്ട് കൗശികൻ വീണ്ടും അത്ഭുതപ്പെടുകയാണ്. വ്യാധൻ പറഞ്ഞു, ഈ സ്ഥലം അങ്ങേക്ക് യോജിച്ചതല്ല. വിരോധമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അതായത് അയാളുടെ വ്യാധൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു. കൗശികൻ പറയുന്നു, ശരി, അങ്ങനെയാകട്ടെ എന്നും പറഞ്ഞ് ഇരുവരും നടന്നു. ബ്രാഹ്മണൻ മുമ്പിലും വ്യാധൻ പിറകിലും. വീട്ടിലെത്തിയിട്ട് വ്യാധൻ ബ്രാഹ്മണൻ്റെ പാദങ്ങൾ കഴുകി അദ്ദേഹത്തെ ഉചിതമായ സ്ഥാനത്ത് ഇരുത്തി. ആസനസ്ഥനായ ബ്രാഹ്മണൻ പറഞ്ഞു, ഹേ വ്യാധ, വ്യാപാരം അങ്ങേക്ക് ഭൂഷണമല്ല. നിങ്ങളുടെ ഈ ക്രൂര പ്രവൃത്തി കണ്ടിട്ട് എനിക്ക് വളരെയധികം പ്രയാസം തോന്നുന്നു. എന്നാൽ വ്യാധൻ പറഞ്ഞു, ബ്രാഹ്മണ, ഈ തൊഴിൽ എൻ്റെ ഇഷ്ടത്തിന് സ്വീകരിച്ചതല്ല. മുതുമുത്തച്ഛന്മാരുടെ കാലം മുതൽക്കേയുള്ള കുലത്തൊഴിലാണ്. ധർമ്മവിരോധിയായ ഒരു പ്രവൃത്തിയും ഞാൻ സ്വയം ചെയ്യാറില്ല. ശ്രദ്ധയോടെ വൃദ്ധരായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നു. സത്യം പറയട്ടെ, ഞാൻ ആരെയും നിന്ദിക്കാറില്ല. യഥാശക്തി ദാനം ചെയ്യുന്നു. ദേവന്മാർ, അതിഥികൾ, ആശ്രിതർ ഇവരെ എല്ലാം ഊട്ടിയതിനു ശേഷം മാത്രം ഞാൻ ഉപജീവനം കഴിക്കുന്നു എന്നൊക്കെ പറയുകയാണ് ഈ വ്യാധൻ. ജനക മഹാരാജാവിൻ്റെ ഈ രാജ്യത്തിൽ ധർമ്മത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ ആരുമില്ല. എല്ലാവരും അവരവരുടെ ധർമ്മം അനുഷ്ഠിക്കുന്നു. അധാർമികമായി പ്രവർത്തിക്കുന്ന സ്വന്തം പുത്രന് പോലും ജനക മഹാരാജാവ് കഠിനമായ ശിക്ഷയാണ് നൽകുന്നതെന്ന് പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നേരിട്ട് ഒരു ജീവിയെയും ഹിംസിക്കുന്നില്ല. മറ്റു വല്ലവരും കൊന്ന പന്നിയുടെയോ പോത്തിൻ്റെയോ മാംസം ഞാൻ വെട്ടി വിൽക്കുന്നു. ഋതുകാലം കഴിഞ്ഞാലേ ഞാൻ സ്ത്രീയുമായി ബന്ധം പുലർത്താറുള്ളൂ. പകൽ ഉപവസിച്ചിട്ട് രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നു. ചിലർ എന്നെ പുകഴ്ത്തുന്നു, ചിലർ എന്നെ പഴിക്കുന്നു. ഞാൻ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നു. എതിർപ്പുകൾ സഹിക്കുക, ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക, സകല ജീവികളെ പോലും യഥായോഗ്യം ആദരിക്കുക. ഈ ഗുണങ്ങൾ ഇല്ലാത്ത ഒരു മനുഷ്യർക്കും ഉണ്ടാവുകയില്ല. നിരർത്ഥകമായ തർക്കങ്ങൾ വെടിയണം. ആവശ്യപ്പെടാതെ തന്നെ അന്യർക്ക് നന്മകൾ ചെയ്യണം. കാമം, ക്രോധം, ദോഷം ഇവ നിമിത്തം ധർമ്മത്തെ ഉപേക്ഷിക്കരുത്. ഇഷ്ടപ്പെട്ടത് കിട്ടുമ്പോൾ അധികം ആഹ്ലാദിക്കുകയും അനിഷ്ടമുണ്ടാകുമ്പോൾ ദുഃഖിക്കുകയും അരുത്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ പരിഭ്രമിക്കരുത്. അബദ്ധത്തിൽ ഒരു തവണ അധാർമികമായി വല്ലതും ചെയ്തു പോയെന്നിരിക്കും, എന്നാൽ വീണ്ടും ഒരിക്കൽ അങ്ങനെ ചെയ്യരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കൽ നമുക്ക് ഒരു തെറ്റ് പറ്റിയേക്കാം, പക്ഷെ വീണ്ടും വീണ്ടും ആ തെറ്റ് ആവർത്തിക്കരുത്. ആലോചിക്കുമ്പോൾ തനിക്കും മറ്റുള്ളവർക്കും ഹിതകരമെന്ന് തോന്നുന്നത് മാത്രമേ പ്രവർത്തിക്കാവൂ. ദ്രോഹിക്കുന്നവരോട് ഒരിക്കലും ദ്രോഹം ചെയ്യരുത്. സ്വന്തമായ സത്സ്വഭാവം വെടിയരുത്. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാപി സ്വയം നശിക്കുന്നു. പരിശുദ്ധമായ മനോവൈഭവത്തോടെ പ്രവർത്തിക്കുന്ന ധർമ്മിഷ്ഠൻ്റെ പ്രവർത്തികളെ അധാർമികമെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ സ്വയം നശിക്കുന്നു. ചെയ്തു പോയ പാപകർമ്മത്തെ ഓർത്ത് പശ്ചാത്തപിക്കുന്നവർ പാപത്തിൽ നിന്നും മോചനം നേടുന്നു. ലോഭമാണ് പാപങ്ങൾക്ക് നിദാനം. മാർക്കണ്ഡേയൻ പറയുകയാണ് വീണ്ടും, ധർമ്മവ്യാധൻ്റെ ഉപദേശങ്ങൾ കൗശികൻ ശ്രദ്ധയോടെ കേട്ടു. എന്നിട്ട് സദാചാരം, ധർമ്മത്തിൻ്റെ സൂക്ഷ്മഗതി, കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നതിൽ ജീവനുണ്ടാകുന്ന വിധേയത്വം, ജീവാത്മാവിൻ്റെ അനശ്വരത, പുണ്യപാപങ്ങളുടെ ഫലങ്ങൾ, ഇന്ദ്രിയ സംയമനത്തിൻ്റെ ഗുണങ്ങൾ, ത്രിഗുണങ്ങളുടെ തത്വം, ബ്രഹ്മസാക്ഷാത്കാരത്തിലുള്ള മാർഗം എന്നീ വിഷയങ്ങളെപ്പറ്റി കൗശികൻ്റെ ആഗ്രഹം അറിഞ്ഞു. വ്യാധൻ വിശദമായ വിവരങ്ങൾ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ആർക്ക് പറഞ്ഞു കൊടുത്തു? കൗശികന് പറഞ്ഞു കൊടുത്തു. ഒടുവിൽ വ്യാധൻ തൻ്റെ ഭവനം കാണാനായി കൗശികനെ ക്ഷണിച്ചു. ഗൃഹാന്തർഭാഗത്ത്, അതായത് വീടിൻ്റെ അകത്ത് അടുക്കും ചിട്ടയും വൃത്തിയും പതിവ്രതയും വളരെ ആകർഷകമായി താപസന് തോന്നി. പതിവ്രതയുണ്ട് അതിനകത്ത്, അതായത് ഭാര്യ. അടുക്കും ചിട്ടയുമുള്ള വീടായിരുന്നു. വീട്ടിനകത്ത് ഭാര്യ, വളരെ പതിവ്രതയായ ഭാര്യയും ഉണ്ടായിരുന്നു. ഇത് വളരെ ആകർഷകമായിട്ട് ആർക്ക് തോന്നി? താപസന്, കൗശികന് തോന്നി. വ്യാധൻ്റെ മാതാപിതാക്കൾ കൗശികനോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി. പിതൃശുശ്രൂഷയിൽ വ്യാധനോടുള്ള സന്തുഷ്ടി അവർ കൗശികനോട് പറഞ്ഞു. ഒടുവിൽ വ്യാധൻ കൗശികനോട് പറയുകയാണ്, ഭഗവാൻ, ഈ മാതാപിതാക്കളാണ് എൻ്റെ ദേവതകൾ. മറ്റുള്ളവർ ദേവതകൾക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം ഞാൻ ഇവർക്ക് വേണ്ടി ചെയ്യുന്നു.
പൂക്കളും പഴങ്ങളും രത്നങ്ങളും സമർപ്പിച്ച് ഞാൻ ദേവതകളെ പോലെ ഇവരെ ആരാധിക്കുന്നു. വേദങ്ങളും യജ്ഞങ്ങളും അഗ്നിയുമെല്ലാം എനിക്കിവർ തന്നെയാണ്. ആര്? ഇവർ തന്നെയാണ്, ഈ മാതാപിതാക്കളാണ്. ഇവരെ ശുശ്രൂഷിക്കുന്നതാണ് എൻ്റെ തപസ്. അങ്ങ് ഈ പതിവ്രത പറഞ്ഞയച്ചിട്ടാണ്, ആ പതിവ്രത അതായത് ആ സ്ത്രീ പതിവ്രത പറഞ്ഞയച്ചിട്ടാണ് വന്നതെന്ന് മനസ്സിലാക്കാൻ സഹായിച്ച ദിവ്യദൃഷ്ടി ഈ തപസ്സിൻ്റെ ശക്തി കൊണ്ട് ലഭിച്ചതാണ്. അങ്ങയെ ഇങ്ങോട്ടയച്ച ആ സ്വാധിക്ക്, അതായത് ആ സ്ത്രീക്ക് പാതിവൃത്യ ശക്തി കൊണ്ട് ഇവിടം വരെ ഇതേ വിധം കാര്യങ്ങൾ കാണാനുള്ള ഒരു ദിവ്യദൃഷ്ടിയും ഉണ്ട്. അങ്ങേക്ക് ഹിതകരമായ ചില കാര്യങ്ങൾ കൂടി പറയാം, കേൾക്കൂ. അങ്ങ് സ്വാധ്യായനത്തിന് വേണ്ടി മാതാപിതാക്കളുടെ അനുമതി തേടാതെ, അതായത് അദ്ദേഹം ഈ കൗശിക മഹർഷി മാതാപിതാക്കളുടെ അനുമതി തേടാതെയാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? ഈ സന്യാസത്തിലേക്ക് വീട് വിട്ടിറങ്ങി പോകുന്നത്. ആ മാതാപിതാക്കൾക്ക് തിരസ്കരിച്ചത് അനുചിതമായി പോയി. വൃദ്ധരായ മാതാപിതാക്കൾ പുത്രശോകത്താൽ അന്ധരായിരിക്കുന്നു. പോകൂ, അവരെ സന്തോഷിപ്പിക്കൂ. അതുകൊണ്ട് അങ്ങയുടെ ധർമ്മം ഒരിക്കലും നശിക്കുകയില്ല. അങ്ങ് താപസനും ധർമ്മനിഷ്ഠനുമൊക്കെ, പക്ഷേ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാത്തിടത്തോളം കാലം തപസ്സും ധർമ്മനിഷ്ഠയുമൊക്കെ നിഷ്ഫലമാണ്. എന്നെ വിശ്വസിക്കൂ, വേഗം പോയി അങ്ങ് അവരെ ശുശ്രൂഷിക്കൂ. അതിനേക്കാൾ വലിയ ധർമ്മമില്ല. ഉടനെ ബ്രാഹ്മണൻ പറയുകയാണ്, ഇവിടെ വന്ന് ഈ സത്സംഗം നേടാനായത് മഹാഭാഗ്യം. നിങ്ങളെപ്പോലെ ധർമ്മോപദേശം ചെയ്യാൻ സാമർഥ്യമുള്ളവർ വളരെ ദുർലഭമാണ്. ശുദ്ധമായ മനസ്സുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കഴിയൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ബ്രാഹ്മണനായി കണക്കാക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് അപ്പം പിന്നെ മാർക്കണ്ഡേയൻ യുധിഷ്ഠിരനോട് പറയുകയാണ്, കൗശികൻ പറഞ്ഞത് കേട്ട് വ്യാധൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ശരി, ഇനി അങ്ങ് പൊക്കോളൂ. കൗശികൻ വ്യാധനെ വണങ്ങിയിട്ട് സ്വഗൃഹത്തിലേക്ക് പോയി വൃദ്ധരായ മാതാപിതാക്കളെ ശുശ്രൂഷിച്ചു. അപ്പോൾ യുധിഷ്ഠിരൻ മാർക്കണ്ഡേയനോട് പിന്നെ ചോദിക്കുകയാണ്, മുനിവര, ധർമ്മത്തെക്കുറിച്ച് അങ്ങ് വളരെ അതിശയകരമായൊരു കഥയാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ എനിക്ക് ധർമ്മത്തെപ്പറ്റിയും കർമ്മത്തെപ്പറ്റിയും വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എന്താണ് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലായത്? നമ്മൾ ഇപ്പോൾ ഈ കൗശികൻ സ്വന്തം കടമ, അതായത് മാതാപിതാക്കളുടെ അനുമതി ഇല്ലാതെയാണ് ഇദ്ദേഹം സന്യാസത്തിലേക്ക് പോയത്. അപ്പം കൗശികനെ ഓർത്ത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിച്ചിട്ട് പോലും കൗശികൻ എന്താണ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരുന്നു, അല്ലേ? ഒരു കൊക്ക് തലയിലേക്ക് കാഷ്ടിച്ചപ്പോൾ തന്നെ ദേഷ്യപ്പെട്ടിട്ട് നോക്കുകയാണ്. അപ്പോൾ തന്നെ ആ കക്കു മരിച്ചു പോകുന്നു. അത്രയും തപശക്തിയുണ്ട്. പക്ഷേ ദേഷ്യം അടക്കാനായിട്ട് ഒരിക്കലും കൗശികന് കഴിയുന്നില്ല. എന്നിട്ട് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് ഭിക്ഷാടനത്തിന് പോകുന്നു. ഭിക്ഷാടനത്തിന് പോകുമ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് അന്നം കൊണ്ടു കൊടുക്കുന്നതും സ്ത്രീയെ സംരക്ഷിക്കുന്നതും ആരാണ്? തൻ്റെ ഭർത്താവാണ്. അപ്പോൾ ആ ഭർത്താവ് വരുമ്പോൾ ഭർത്താവിന് ആഹാരം കൊടുക്കാതെ, ഭർത്താവിനെ ശുശ്രൂഷിക്കാതെ നമ്മൾ എന്ത് ചെയ്യരുത്? അതിഥികളെ അല്ലെങ്കിൽ നമ്മുടെ പുറത്ത് വന്ന് നിൽക്കുന്ന ആളുകളെ കാണാനായിട്ട് പോകാൻ ആ സ്ത്രീയുടെ മനസ്സ് അനുവദിച്ചില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാണപ്പെട്ട ദൈവമാണ് ഭർത്താവ്. അപ്പോൾ ഭർത്താവിനെ ശുശ്രൂഷിച്ചതിന് ശേഷം അവർ അതിഥിയെ ശുശ്രൂഷിക്കാനായിട്ട് വന്നു. അപ്പോഴേക്കും കൗശികൻ എന്ത് ചെയ്യുകയാണ്? ഞാൻ വലിയ ആളാണ്, ഭർത്താവിനേക്കാൾ വലിയ ആളാണ്, ഞാൻ വന്നപ്പോൾ എന്നെ ആദ്യം നോക്കണം എന്ന നിലയിൽ അഹങ്കാരത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ ആ സ്ത്രീ എന്താണ്, അവർ ഒരു കുടുംബിനിയാണ്. അവർ വീട്ടിൽ മാത്രം ഒതുങ്ങിയിരുന്ന് അവരുടെ ജോലികൾ ചെയ്ത് ഭർത്താവ് കൊണ്ടുവരുന്നത് വെച്ചുണ്ടാക്കി കുടുംബം പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഒരു സാധാരണ സ്ത്രീയാണ്. അവരുടെ കർമ്മമാണ് അവിടെ ആദ്യം അവർ ഈശ്വരനെ പോലെ കണ്ട് അവരനുഷ്ഠിക്കുന്നത്. അതുകൊണ്ടാണ് ആ സ്ത്രീക്ക് കൗശികൻ്റെ ഈ രീതിയിലുള്ള ദേശീയ പ്രവർത്തികളെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് ഇദ്ദേഹം ധർമ്മവ്യാധനെ കാണാനായിട്ട് പോകുന്നു. ധർമ്മവ്യാധൻ ആരാണ്? ഒരു ഇറച്ചിവെട്ടുകാരനാണ്. അപ്പോൾ കൗശികൻ അവിടെയും ചിന്തിക്കുകയാണ്, ഈ ഇറച്ചിവെട്ടുകാരൻ്റെ അടുത്തേക്കാണോ ആ സ്ത്രീ എന്നെ പറഞ്ഞു വിട്ടത്? അവിടെയും തൻ്റെ അഹന്തയാണ് പൊങ്ങി വരുന്നത്. അതിനുശേഷം ഇവർ വീട്ടിൽ പോയിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. എന്താണ്? തൻ്റെ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയമായ കാര്യം, ഇല്ലേ? ഭഗവാന്റെ പാണ്ഡുരംഗ രൂപത്തിലും നമ്മൾ ഈ കാര്യം പറഞ്ഞിരുന്നു. കാരണം എന്താണ്, ഈ ഇറച്ചിവെട്ടുകാരൻ്റെ അല്ലെങ്കിൽ വ്യാധൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അയാൾ തൊഴിലെടുക്കുക, അയാളുടെ വീട്ടിലുള്ള അയാളുടെ ഭാര്യയെ ശുശ്രൂഷിക്കുക, കുടുംബം നന്നായി നോക്കുക, വൃദ്ധരായ മാതാപിതാക്കളെ നന്നായിട്ട് നോക്കുക. അയാൾ എന്ത് തൊഴിലെടുക്കുന്നു എന്നുള്ളതല്ല അവിടെ പ്രധാനം. പിന്നെ അയാൾ പറയുന്നുണ്ട് അയാൾ ഒരു ജീവിയെയും കൊല്ലുന്നില്ല. ആരോ കൊന്ന സാധനമാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ പാപം ചെയ്യുന്നില്ല. അയാളുടെ കടമകൾ എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. അയാൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അയാളുടെ മാതാപിതാക്കളെ സമാധാനമായും സ്വസ്ഥമായും നോക്കുന്നുണ്ട്.
അയാളുടെ ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വീട്ടിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം നടപ്പിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അയാൾ അയാളുടെ കർമ്മം ചെയ്യുന്നു. ആ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗം. അതുകൊണ്ട് തന്നെയാണ് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നത്, നീ അനുഷ്ഠിക്കേണ്ടത് നിൻ്റെ കർമ്മമാണ്, നിൻ്റെ കർമ്മമാണ് നീ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മൾ രാവിലെ മുതൽ നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ആളുകളെ ശുശ്രൂഷിക്കാതിരിക്കുകയോ അവരുടെ കാര്യങ്ങൾ നോക്കാതെ രാവിലെ മുതൽ ഏകാദശിയാണ് അല്ലെങ്കിൽ ദ്വാദശിയാണ് എന്നും പറഞ്ഞ് രാവിലെ മുതൽ അമ്പലത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ കേൾക്കുമോ? ഇല്ല. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്. എന്താണ്? നമ്മൾ ജപമാണ് പ്രധാനം. നമ്മൾ ജപിക്കുക, അക്കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും മറക്കാതിരിക്കുക. അല്ലാതെ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ നേരം പട്ടിണി കിടന്നതുകൊണ്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആഹാരം കഴിക്കാതിരുന്നത് കൊണ്ടോ അമ്പലത്തിൽ പോയി ഇരുന്നത് കൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കർമ്മമാണ്. നമ്മളുടെ കർമ്മം ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഈശ്വരനെ സേവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും. ഇതിനു മുമ്പ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ, നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നോക്കാതെ പലരും എന്താ ചെയ്യുന്നത്, വീട്ടിലുള്ള മാതാപിതാക്കളെ നോക്കുക പക്ഷേ നമ്മുടെ അനാഥാലയങ്ങളിൽ പോയിട്ട് ആഹാരം കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടും. അതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള നമ്മളുടെ കുടുംബത്തിലുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നിർവഹിക്കണം. നമ്മളുടെ കടമകൾ നമ്മൾ ചെയ്യണം. അതാണ് ഏറ്റവും വലിയ ഈശ്വര സേവ. അല്ലാതെ കുറേ കാശ് കൊണ്ടുവന്ന് അമ്പലത്തിൽ കൊടുത്തിട്ട് അതിന് കുറേ ഫ്ലെക്സ് വെക്കുന്നതിലല്ല കാര്യം. ആ സമയത്ത് നമ്മളുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയൊക്കെ നമ്മളെ സഹായിക്കണം. നമ്മൾ സഹായിക്കാതെ ഇതെല്ലാം കൂടെ കൂട്ടിക്കൂട്ടി വെച്ചിട്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനവും നമുക്ക് അതുകൊണ്ട് ഉണ്ടാകത്തില്ല. നമ്മൾ അർഹതപ്പെടുന്നവരെ സഹായിക്കുക, നമ്മളുടെ മാതാപിതാക്കളെ സഹായിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ കൂടപ്പുറപ്പുകൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, നമ്മുടെ ബന്ധുജനങ്ങൾ ആരെങ്കിലും അവശതയുണ്ടെങ്കിൽ നമ്മൾ അവരെ സഹായിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സേവ. മാനവ സേവയാണ് ഏറ്റവും വലിയ മാധവ സേവയെന്ന് പറയുന്നത്. ഭഗവാൻ അതാണ് ഏറ്റവും ഇഷ്ടം. ഭഗവാൻ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളതും. ഭഗവാൻ തൻ്റെ മാതാപിതാക്കളെ ജയിലിൽ നിന്നും മോചിപ്പിച്ചതാണ്. സ്വന്തം അമ്മാവൻ സ്വന്തം മാതാപിതാക്കളെ ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നു. അവിടെ ആ കംസനെ വധിച്ച് തൻ്റെ മാതാപിതാക്കളെ ജയിലിൽ നിന്നും പുറത്തേക്ക് സംരക്ഷിച്ചു കൊണ്ടുവന്ന ആളാണ് ആരെന്ന് പറയുന്നത് ഭഗവാൻ. അപ്പോൾ ഭഗവാൻ തൻ്റെ കടമകളെല്ലാം വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ടായിരുന്നു. ഭഗവാൻ ഓരോരുത്തരോടും ഭഗവാന്റെ മുമ്പിൽ വന്ന അല്ലെ ഭഗവാനുമായി ചേർന്ന് നിൽക്കുന്ന ഓരോരുത്തരുടെയും ഉള്ള കടമകൾ ഭഗവാൻ നിർവഹിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളോടും ഭഗവാന്റെ കടമകൾ നിർവഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മളാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും അനുസരിക്കാതെ നമുക്ക് തോന്നുന്നത് പോലെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് എല്ലാ വീഡിയോകളിലും ഞാൻ പറയുന്നത്, നമ്മൾ നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ടും വേണം നമ്മൾ ഓരോ പ്രാർത്ഥനകളും വ്രതങ്ങളും ക്രമപ്പെടുത്താൻ. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മൾ നമ്മുടെ വീട്ടുകാര്യങ്ങൾ നോക്കി, വീട്ടിലുള്ള ആളുകളുടെ കാര്യങ്ങളും നോക്കി നമ്മൾ നമ്മുടെ കടമകളും ചെയ്ത് നമുക്ക് തൊഴിലാണ്, ആ തൊഴിലെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി. ഇപ്പോൾ നമ്മൾ പട്ടിണി കിടക്കുന്നു, പിറ്റേ ദിവസം നമുക്ക് തൊഴിലെടുക്കാൻ പോയില്ലെങ്കിൽ നമ്മുടെ കുടുംബം പട്ടിണിയായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മളുടെ കടമകളും കർത്തവ്യങ്ങളും നമ്മൾ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയാൽ ഈശ്വരൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ പ്രാർത്ഥന മുടക്കാതിരിക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇതാണ് വ്യാധഗീത. അതായത് ധർമ്മവ്യാധൻ എന്ന് പറയുന്ന ആൾ കൗശിക മുനിക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് വ്യാധഗീത. അർജുനന് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തതാണ് ഭഗവത്ഗീത. രണ്ടും ഒന്ന് തന്നെയാണ്. ഭഗവത്ഗീതയിലും തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനനോട് ഭഗവാൻ പറയുകയാണ്, നീ നിൻ്റെ കർമ്മം ചെയ്യുക, കർമ്മഫലം ആര് തരും? ഈശ്വരൻ തരും. നമ്മൾ ഓരോരുത്തരും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. അതേപോലെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ കഥയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന്. ഇതുപോലുള്ള കഥകളൊക്കെ ഞാൻ വീണ്ടും പറയാം. സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന ബട്ടൺ അമർത്തുക. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.